കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പാർലമെൻറ്റ് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. അപ്പോൾ 48-ലെ കൽക്കട്ട തീസിസൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1956-ലേക്കൊക്കെ എത്തിയപ്പോൾ ആ നിലപാട് മാറി. പാർലമെൻറ്റിനകത്ത് കയറി നമുക്ക് സോഷ്യലിസം കൊണ്ടുവരും, അതിനുവേണ്ടി വിപ്ലവ സമൂഹത്തെ തയ്യാറാക്കുക, മാസ് ഓർഗനൈസേഷൻസ് തയ്യാറാക്കുക, ആ പ്രിൻസിപ്പിളായിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് പാർലമെൻറ്റ് ജനാധിപത്യത്തെ ഒത്തുചേർന്ന് പോകാനുള്ള ഒരു വ്യഗ്രത. അപ്പോൾ 1967 ആയപ്പോൾ എല്ലാ കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഏത് ചെകുത്താനുമായി കൂട്ടുകൂടും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ എന്നുള്ളൊരു നയമെടുത്തു. അതൊക്കെ പിന്നീട് എങ്ങനെ തിരിച്ചടിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. വിമോചന സമരം വന്നതിന് പശ്ചാത്തലത്തിന് തിരിച്ചടിയായിട്ടാണ് ഏത് ചെകുത്താനുമായി കൂട്ടുകൂട്ടുന്നുള്ള ചിന്താഗതി വന്നു. പിന്നീട് ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് വന്നു. 79 ആയപ്പോൾ ഇടതുപക്ഷം ഫോർമലായിട്ട് വന്നു. അത് 80-ന് ശേഷം അത് ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴും അപ്പോഴും ആൻറ്റി ലെഫ്റ്റായിട്ടുള്ള ചില പാർട്ടികൾ ഈ മുന്നണിയിലുണ്ടായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ 87-91 കാലഘട്ടത്തിൽ മാത്രമേ ഒരു യഥാർത്ഥത്തിൽ പരിപൂർണ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഡെമോക്രാറ്റിക് ഒരു സോഷ്യലിസ്റ്റ് ആശയമുള്ള ഒരു മുന്നണി ഉണ്ടായിട്ടുള്ളൂ. കാരണം അതിനകത്തുള്ള കമ്മ്യൂണൽ പാർട്ടീസിനെ പുറത്താക്കി, അതിനകത്തുള്ള ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടീസിനെ പുറത്താക്കി. ഇപ്പോൾ കമ്മ്യൂണലിസവും ആൻറ്റി കമ്മ്യൂണിസത്തിനെയും ഒഴിവാക്കി. തികച്ചും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ചിന്തിക്കുന്ന ഒരു ഇടതുപക്ഷ മധ്യ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ള പാർട്ടികൾ മാത്രമായി. അന്ന് എല്ലാവരും പറഞ്ഞു ഈ സമുദായങ്ങളുടെ പിന്തുണ ഇല്ലാതെ ജയിക്കില്ല എന്ന്. PMS പറഞ്ഞു ജയിക്കേണ്ട, ഞങ്ങൾ മതേതര വിശ്വാസികൾ ഞങ്ങളെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് വിജയിച്ചു. ഒരു കമ്മ്യൂണൽ പാർട്ടിയുടെയും പ്രാദേശിക പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ ജയിച്ച ഒരേ ഒരു ഇലക്ഷനാണ് 1987 വന്നത്. ആ ഗവൺമെൻറ് താരതമ്യേന നല്ല പ്രവർത്തനമാണ്. അഴിമതി ഒന്നുമില്ലായിരുന്നു. ആരും അഴിമതി ഇന്ന് വരെ അതിനെക്കുറിച്ച് ആ ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പുരോഗമന ചിന്താഗതികൾ വന്നു. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തു, മറ്റ് പുരോഗമനമായ പല നടപടികൾ കൊടുത്തു, ജില്ലാ കൗൺസിൽ കൊണ്ടുവന്നു, ഒത്തിരി നല്ല കാര്യങ്ങൾ വികേന്ദ്രീകരണവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് 92-ലെ തെരഞ്ഞെടുപ്പിനെ പ്രീപോൺ ചെയ്ത് 91-ലാക്കി. ആ സമയത്താണ് രാജീവ് ഗാന്ധിയുടെ മരണമുണ്ടാകുന്നത്. അതുണ്ടാക്കിയ ഒരു സഹതാപ തരംഗം ഈ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ മറിച്ചു. പക്ഷേ അതിനുശേഷം CPM പ്രാദേശിക പാർട്ടികളുമായിട്ട് ചേരാനുള്ള താല്പര്യം കാണിച്ചു. അപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ എതിർക്കുന്ന ഒരു പാർട്ടി, ആ ക്രിസ്ത്യൻ വിഭാഗത്തിനകത്ത് കേരള കോൺഗ്രസിന് ഒരു വിങ് ഞങ്ങളോട് വേണം. ഈ ചിന്താഗതിയിലുള്ള പൊളിറ്റിക്സാണ് പിൽക്കാലത്ത് കാണിച്ചത്. ആ പൊളിറ്റിക്സ് ഒരു വശത്ത് പോകുമ്പോഴും ഈ കമ്മ്യൂണലിസത്തിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ള ഒരു തത്രപ്പാടിലാണ്. കാരണം മറുവശത്ത് UDFന് തീർച്ചയായിട്ടും ഈ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയാണ്. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു ഫാക്ഷൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇത് തമ്മിൽ ഉള്ളൊരു മത്സരത്തേക്ക് വന്നപ്പോൾ എന്താണ് വ്യത്യാസം UDF LDFും തമ്മിൽ എന്നുള്ള ചിന്താഗതി ജനങ്ങളുടെ ഇടയിൽ വന്നു. ഇതിനിടയ്ക്ക് മാറി അയ്യഞ്ച് കൊല്ലം തോറും ഭരണം വന്നു. പിൽക്കാലത്ത് കോൺഗ്രസ് ദുർബലപ്പെടുകയും കോൺഗ്രസിനകത്ത് DIC ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് വന്നു, കരുണാകരൻ പുറത്തുപോയി, ഇടതുപക്ഷം വീണ്ടും ശക്തിപ്പെട്ടു. 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടിയില്ല പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് 2006-ൽ VS അച്യുതാനന്ദൻ വന്നു. 2011-ലും വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് ജയിക്കാമായിരുന്നു, 2 സീറ്റ് നഷ്ടപ്പെട്ടു. പിന്നീട് 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷ ഭരണം വന്നു. ഈ കാലഘട്ടത്തിലാണ് കോർപ്പറേറ്റിസവുമായിട്ട് ഒത്തുചേരാൻ ശ്രമിച്ചത്. ഉദ്ദേശം തൊഴിലവസരം വർദ്ധിപ്പിക്കുക, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക, ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരിക, ഇതൊക്കെ നല്ല ഉദ്ദേശമൊക്കെ ആയിരുന്നു. പക്ഷേ ബലത്തിൽ സംഭവിച്ചത് അഴിമതിയുടെ ഒരു വളർച്ചയായിരുന്നു. അപ്പം മുതലാളിത്ത സമൂഹമായിട്ട് ചങ്ങാത്തം കൂടുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വെളിയിൽ പോകുന്നു, ജോലിക്ക് വെളിയിൽ പോകുന്നു, ഇവിടെ തൊഴിലവസരങ്ങൾ കിട്ടുന്നില്ല, വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ല. അപ്പോഴും പ്രസ്താവനകളും ഡിമാൻഡുകളും അവകാശങ്ങളുമെല്ലാം ഏറ്റവും കൂടുതൽ സൗഹൃദ ബിസിനസ് സമൂഹം നമ്മുടെ നാട്ടിലാണ്. അവകാശവാദങ്ങൾക്ക് ഒരു കുറവുമുണ്ടായില്ല, പക്ഷേ അനുഭവം മറിച്ചായിരുന്നു. ഇതാണ് ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതിനോടൊപ്പം സമുദായങ്ങളെ തമ്മിലടുപ്പിച്ച് ശ്രമിച്ചു. BJP മറുവശത്ത് ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. 2024-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് OBC വിഭാഗത്തിൻ്റെ വോട്ട് ചോർച്ച. ഈഴവ സമുദായം പ്രത്യേകിച്ച് BJPയിലേക്ക് വരും. അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇനി ഒരുപക്ഷെ ഇടതുപക്ഷം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി OBC സമൂഹം എത്രത്തോളം ഇടതുപക്ഷത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ്. അത് കൂടുതൽ BJPയിലേക്കാണ് പോകുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ്. കാരണം മറ്റ് സഖ്യകക്ഷികൾ ഓരോ എണ്ണത്തിൽ ശക്തിയുള്ളവരാരുമില്ല. 12 കക്ഷികളുണ്ടെങ്കിലും അവരാരും വിചാരിച്ചാൽ ഇതുപോലൊരു വിജയം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. CPMഉം CPIയും മാത്രം ശക്തിപ്പെട്ടാലേ ഇടതുപക്ഷത്തിന് ശക്തി ആർജിക്കാം. പക്ഷെ അങ്ങനെ ശക്തി ആർജിക്കണമെങ്കിൽ സമുദായങ്ങളുടെ ഇടയിൽ OBC വിഭാഗം BJPയിലേക്ക് പോകാതെ എങ്ങനെ തടയും? അതൊരു വെല്ലുവിളിയാണ്. അതോടൊപ്പം അഴിമതി ഇല്ലാത്ത എങ്ങനെ ഒരു നേതൃത്വം കൊണ്ടുവരും? 3 ജനാധിപത്യ സ്വഭാവമുള്ളൊരു നേതൃത്വമുണ്ടോ? ഇപ്പോൾ CPI പറയുന്നു ലീഡർഷിപ്പ് മാറണമെന്ന് പറയുന്നു.
പിണറായി വിജയൻ വെല്ലുവിളികളാണ്, നിസ്സാരമല്ല ഇടതുപക്ഷത്തിന്. കാരണം ഇന്ത്യയിൽ ഒരിടം ഭരണമില്ല. അതെ, തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരിടം ഭരണം വലിയൊരു പോയിന്റാണത്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 7 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന് ഭരണം. മറ്റേത് 3 സംസ്ഥാനങ്ങൾ കേരളം, ബംഗാൾ, ത്രിപുര ഭരിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? CPI ഇപ്പോഴേ ദേശീയ പാർട്ടി അല്ല. ഇപ്പോൾ CPM-ന് ദേശീയ പാർട്ടി സ്ഥാനം ഭാവിയിൽ നഷ്ടപ്പെടുമോ? ഇതെല്ലാം ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ സീറ്റ് കിട്ടിയാൽ ഒരു 4 സ്റ്റേറ്റുകൾ ഓരോരുത്തർ ജയിച്ചു കഴിഞ്ഞാൽ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് കിട്ടും. അങ്ങനെയുള്ളൊരു സൗഹൃദത്തിലാണ് പിടിച്ചത്. രാജസ്ഥാനിൽ 2 പേരുണ്ട്, തമിഴ്നാട്ടിൽ 1 കേരളത്തിലുണ്ട്. അങ്ങനെയൊക്കെയാണ് ദേശീയ പാർട്ടി സ്റ്റാറ്റസ്. അല്ല, ശക്തിയുടെ കാര്യത്തിൽ ദുർബലമാണ്. തീർച്ചയായും. അപ്പോൾ മുമ്പിലുള്ള വെല്ലുവിളി ഭയങ്കരമാണ്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ അവസാന പാർട്ട്, എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വീണ്ടും ജനകീയത കൊണ്ടുവരാം? എന്ത് ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അത് ഭരണവിരുദ്ധത മാത്രമാണോ? UDF-ൽ അനൈക്യം ഉണ്ടാകുമെങ്കിൽ അത് കാത്തിരിക്കുകയാണോ? അല്ലെങ്കിൽ അവരുടെ ഭരണത്തിലുണ്ടാകുന്ന പിഴവുകൾ കാത്തിരുന്നിട്ട് അതിൻ്റെ ബേസിലുള്ളൊരു ഒരു ആൻറ്റി ഇൻകംബൻസി പൊളിറ്റിക്സ് ആണോ കളിക്കാൻ പോകുന്നത്? പക്ഷേ നിസ്സാരമല്ല സാഹചര്യം. BJP വളരാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ BJP OBC വിഭാഗത്തെ കൊണ്ടുപോയാൽ ഇടതുപക്ഷത്തിന് പിന്നെ വലിയ ബേസ് ഉണ്ടാവില്ല. വെല്ലുവിളി ഭയങ്കരമാണ്. തീർച്ചയായിട്ടും.